ഇന്ന് രാവിലെ വർക്കിന് ഇറങ്ങുമ്പോൾ കൂടെ അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ പാർട്ടിയിലെ ഒരു സഖാവ് മരിച്ചു. അമ്മയെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അമ്മയോടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വർക്കിന് ഇറങ്ങി. ഇന്നെനിക്ക് പോവേണ്ടത് മഞ്ചേരിക്കാണെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളിമാടെന്ന് വെച്ചിട്ടാണ്. ഇപ്പോഴത്തെ പ്രകൃതിയുടെ അവസ്ഥ എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. രാവിലെ ചിലപ്പോൾ അതിയായ വെയിലായിരിക്കും, പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോ കാലവർഷമല്ലേ മഴയല്ലേ എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയും. പക്ഷെ ഇതൊരു കൃത്രിമമായിട്ടുള്ള സമയമല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. അതിപ്പോ പ്രകൃതിയുടെ സമയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അത് അത്ര കൃത്യമായിട്ടല്ലല്ലോ സംഭവിക്കാറു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എന്റെ അഭിപ്രായത്തില് മനുഷ്യന്മാർക്ക് ഇതിൽ കൃത്യമായ കൈകളുണ്ട്. ഉദാഹരണത്തിന് ഈ മരം, ഇതിപ്പോ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് വെട്ടിക്കളയാനാണ് സാധ്യത. പക്ഷെ അതിനെ കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റിനേക്കാൾ ഉപരി ദോഷങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കധികം കാട് കയറാൻ വയ്യ. മുക്കത്ത് നിന്ന് ഉച്ചയ്ക്ക് മുമ്പേ ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അവിടെ തന്നെ തിരിച്ചു വരേണ്ടി വരുന്നു. ആ കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മുക്കത്തെത്തിയാൽ ഞാൻ ഭക്ഷണം കഴിക്കാറ് ആ കടയിൽ നിന്നാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് മഞ്ചേരിക്ക് പോയ ഞാൻ തിരിച്ച് അവിടെ തന്നെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് കാരണം മഴയാണ്. മഞ്ചേരിയിലെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നന്നായിട്ട് മഴ പെയ്തു. കോട്ടില്ലാത്ത കാരണം മഴ തന്നെ വണ്ടി ഓടിക്കാനുള്ള മടി കാരണം ഒരുവിധമാണ് ഞാൻ ഓമശ്ശേരി എത്തിപ്പെട്ടത്. ഓമശ്ശേരിയിലെ വർക്കെല്ലാം തീർത്തിട്ട് ഞാനൊരു ചായ കുടിക്കാൻ കയറി. ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ തന്നെയാണ് ചായ കുടിക്കാൻ കയറിയത്. ചായ അല്ല, കാപ്പി. പക്ഷെ ആ കാപ്പി കുടിച്ചത് ഞാനല്ല, നമ്മുടെ ഷൈൻ നിഗമാണ്. കുറച്ച് ദിവസങ്ങളായി ഞാനൊരു സിനിമ കാണാൻ തീരുമാനിച്ചിട്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നല്ലൊരു പടം ഇറങ്ങിയിട്ടും ഇല്ലതാണ്. സാധാരണ ഞാൻ എല്ലാ ചവറ് പടങ്ങൾക്കും പോകാറുള്ളതാണ്. പക്ഷെ ഈ അടുത്ത് മുതല് കുറച്ച് മാറ്റിവെച്ച് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ മാറ്റിവെച്ച കൂട്ടത്തില് ഈ പടം ഉണ്ടായിരുന്നു. ഈ അടുത്ത ദിവസത്തെ എപ്പോഴാണെന്ന് ഓർമ്മയില്ല, ഒരു ട്രെയിലർ കാണാൻ ഇടയായി. അത് കണ്ടത് മുതൽ ഈ പടം കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. സിനിമ കാണാന്നുള്ളത് എൻ്റെ ഒരു ക്രേസ് ആണ്. അതിൽ തന്നെ ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള മെമ്മറീസ് പോലുള്ള സിനിമകൾ കാണാന്നുള്ള അതൊരു കുറച്ചുകൂടി ക്രേസ് ഉള്ള കാര്യമാണ്. അതുപോലൊരു പടം ഇനി വരുമോ എന്ന് അറിയില്ല. പക്ഷെ ഇത് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു പോലീസ് സ്റ്റോറി. അധികമൊന്നും ഞാൻ പടത്തിനെ കുറിച്ച് പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. പടം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് വലിയൊരു ബ്ലോക്കിലേക്കാണ്. തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളല്ല, ഇനിയും ആഘോഷം കെട്ടടങ്ങിയിട്ടില്ലാത്ത ജനങ്ങളുടെ പ്രവാഹമാണ്. ഇത്രമാത്രം ആഘോഷിക്കാൻ എന്താണ് ഇതിലുള്ളതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ UDF സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ് ഞാനും. പക്ഷെ ഇന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. ഭരണം കൈ കിട്ടിയിട്ടും ആരാവോ നേതാവ് എന്നുള്ള ചോദ്യത്തിന് ഇന്ന് വരെ അവർക്ക് തന്നെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷം നടക്കുന്നത്? ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനോ? ഇതിനിടയിൽ ഒരു ആംബുലൻസ് വന്ന് പെട്ടിട്ട് എന്താണ് ചെയ്തതെന്നൊക്കെ ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് നമ്മളധികം സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ ബാക്കി നാളെ പറയാം.